റഷ്യൻ എണ്ണ ഉപരോധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ മികച്ച പങ്കാളിയെന്ന് പ്രശംസിച്ച് അമേരിക്ക. ആഗോള ഊർജ്ജ വിപണിയിലെ വില നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ റഷ്യൻ എണ്ണയ്ക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയേക്കുമെന്ന സൂചനയും അമേരിക്ക നൽകി. ഫോക്സ് ബിസിനസിന്റെ കുട്ട്ലോ പ്രോഗ്രാമിൽ സംസാരിക്കുന്നതിനിടെയാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കടലിൽ കുടുങ്ങിക്കിടന്നിരുന്ന റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യയെ അനുവദിച്ചുവെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ എണ്ണയുടെ മേലുള്ള ഉപരോധം നീക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കാർ വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ അതനുസരിച്ചു. US നൽകിയ താൽക്കാലിക ഇളവ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ അമേരിക്കയുടെ ആവശ്യങ്ങൾ പാലിച്ചിരുന്നുവെന്ന് വിശദീകരിച്ചുകൊണ്ട് ബെസന്റ് പറഞ്ഞു. റഷ്യൻ എണ്ണയ്ക്ക് പകരമായി അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കുന്നതിനായി കപ്പലുകളിൽ കുടുങ്ങിക്കിടന്ന റഷ്യൻ എണ്ണ സ്വീകരിക്കാൻ ഇന്ത്യക്ക് അനുമതി നൽകുകയായിരുന്നുവെന്ന് ബെസന്റ് വ്യക്തമാക്കി. ഇറാനുമായുള്ള സംഘർഷങ്ങളെ തുടർന്ന് ആഗോള എണ്ണവില വർദ്ധിക്കുകയും മിഡിൽ ഈസ്റ്റിലെ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഈ തീരുമാനം സ്വീകരിച്ചത്. വിപണിയിൽ കൂടുതൽ എണ്ണ എത്തിക്കേണ്ടി വന്നാൽ മറ്റ് റഷ്യൻ എണ്ണയുടെ മേലുള്ള ഉപരോധവും നീക്കിയേക്കുമെന്ന് ബെസന്റ് സൂചിപ്പിച്ചു. ഇറാൻ ഉൾപ്പെട്ട സംഘർഷം മിഡിൽ ഈസ്റ്റിലെ വിതരണങ്ങളെ ബാധിച്ചതോടെ അമേരിക്കൻ ക്രൂഡ് ഓയിലിനായുള്ള ആവശ്യം വർദ്ധിക്കുകയും US ഗൾഫ് തീരത്തെ ഹെവി ക്രൂഡ് വില വെള്ളിയാഴ്ച കുതിച്ചുയരുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാർസോർ ക്രൂഡ് ഓയിൽ 2020 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതും ചില ഗൾഫ് ഉൽപ്പാദകരുടെ ഉൽപ്പാദന നിയന്ത്രണങ്ങളും റിഫൈനർമാരെ ബദൽ വിതരണങ്ങൾ തേടാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ടെന്നും ഇത് US ഹെവി ക്രൂഡ് ഗ്രേഡുകളുടെ ആവശ്യം വർദ്ധിപ്പിച്ചതായും വിശകലന വിദഗ്ധർ പറയുന്നു. അതേസമയം യുദ്ധം മൂലമുണ്ടായ എണ്ണ പ്രതിസന്ധിക്കിടെ അമേരിക്ക ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ 30 ദിവസത്തേക്ക് റഷ്യക്ക് താൽക്കാലിക ഇളവ് അനുവദിച്ചു. വാങ്ങുന്നവരെ കണ്ടെത്താനാകാതെ മാസങ്ങളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇത് ആശ്വാസം നൽകും. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കെട്ടിക്കിടക്കുന്ന റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ US അനുമതി നൽകിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ്. യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക വിവിധ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പാശ്ചാത്യ രാജ്യങ്ങളും മോസ്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. എന്നിരുന്നാലും റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വന്നു. ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നു. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുമെന്ന വ്യക്തമായ സന്ദേശവും ഇത് നൽകി. US പുതിയ ഉപരോധങ്ങളും പേയ്മെന്റും ഇൻഷുറൻസും സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം എണ്ണ ഉടനടി ഇറക്കേണ്ടി വന്നതിനാൽ റഷ്യൻ എണ്ണ ടാങ്കറുകൾ കടലിൽ കുടുങ്ങി. റഷ്യൻ എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ഷിപ്പിംഗ് കമ്പനികൾക്കും ടാങ്കറുകൾക്കും മേൽ US കർശന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് പല കപ്പലുകളുടെയും ഇൻഷുറൻസ്, പേയ്മെന്റ്, തുറമുഖ പ്രവേശനം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇന്ത്യൻ റിഫൈനർമാർ എണ്ണ വാങ്ങുന്നത് നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമാകുമോ എന്ന് കാത്തിരുന്നു തുടങ്ങി. അതിനാൽ കപ്പലുകൾ കുറച്ചുകാലം കടലിൽ തന്നെ നിർത്തിവെച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറുകളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്നിവ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനായി വ്യാപാരികളുമായി ചർച്ചകൾ നടത്തി വരികയാണ്. ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ ഇതിനകം ഏകദേശം 20 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ വ്യാപാരികളിൽ നിന്ന് വാങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.